ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബർത്ത്ഡേ വ്ളോഗാണ്. നമ്മുടെ ഫ്രണ്ടിൻ്റെ മോൻ്റെ 10ാമത്തെ ബർത്ത്ഡേ ആണ്. മോൻ്റെ പേര് അർജുൻ എന്നാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്നും ഇനി കുറച്ച് ദൂരം പോകാനുണ്ട്. ഡബ്ലിൻ സിറ്റിയിലാണ് നമ്മുടെ ഫ്രണ്ടൊക്കെ താമസിക്കുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ എല്ലാവരും റെഡിയായിട്ട് നമ്മുടെ ബർത്ത്ഡേക്ക് പോകാനായിട്ട് ബസ്സിലേക്ക് പോവുകയാണ്. അപ്പോൾ എന്തായാലും ഇവിടെ ഫാമിലി വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ഒരു സെലിബ്രേഷൻ തന്നെയാണ് കേട്ടോ ഇത്. നമ്മൾ ബസ്സിലാണ് പോകുന്നത്. അപ്പോൾ അതേ ഈ തവണ നമ്മൾ ബസ്സിൽ കയറിയിരിക്കുന്നത് ടിക്കറ്റ് എടുത്തിട്ടല്ല കേട്ടോ. ഇവിടെ ഇങ്ങനെ ലീവ് കാർഡ് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ അതില്ലാതെയാണ് യാത്രയൊക്കെ ചെയ്തത്. അപ്പം ഇതിനകത്ത് നമുക്ക് ഷോർട്ട് ഡിസ്റ്റൻസിലൊക്കെ പോകുമ്പോൾ നമ്മുടെ ബസ്സിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് €2 ആകുമായിരുന്നു. ഇപ്പോൾ നോക്കുമ്പോൾ കാണാൻ 150 ഉള്ളൂ. അപ്പോൾ നമ്മൾ 2 ചിൽഡ്രൻസ് കാർഡും എടുത്തു, 2 അഡൽറ്റിൻ്റെ കാർഡും എടുത്തിട്ടുണ്ട്. അപ്പം ഇതിന് കാർഡിന് നമുക്ക് അഡൽറ്റിന് വരുന്നത് €5, പിന്നെ കുട്ടികൾക്ക് വരുവാണെങ്കിൽ €3 സിറ്റിയിലെ പല ഷോപ്പുകളിലും നമ്മുടെ ലീവ് കാർഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് നമുക്ക് പറഞ്ഞ് നമുക്ക് ഇതുപോലെ കാർഡ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഏത് പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. പിന്നെ ഇതിനകത്ത് തന്നെ കുറേ അധികം ഓഫറുകളുണ്ട്. ഇതിപ്പോൾ ഞാനിപ്പോൾ ഇത് വാങ്ങിയതേ ഉള്ളൂ, എന്നാലും ഇത് ഉപയോഗിച്ചിരുന്നവരൊക്കെ പറഞ്ഞു കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഒരു ടിക്കറ്റ് എടുത്തിപ്പോൾ ഡബിളിലോട്ട് പോവുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അവിടെ ഷോർട്ട് ഡിസ്റ്റൻസിലൊക്കെ വീണ്ടും ട്രാവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ 1.5 മണിക്കൂറിനുള്ളിൽ പിന്നെ അധികം ചാർജ് ആവത്തില്ലെന്നാണ് പറയുന്നത്. അങ്ങനെയൊക്കെയുള്ള കുറേ ഗുണങ്ങളുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇങ്ങനെ അയർലൻഡിലേക്കൊക്കെ വന്ന് നമുക്ക് വണ്ടിയൊന്നും എടുത്തിട്ടില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ലീവ് കാർഡൊക്കെ ഇതുപോലെ പർച്ചേസ് ചെയ്യാം. ചെയ്തിട്ട് അത് റീചാർജ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിനകത്ത് ബാലൻസും കാര്യങ്ങളും ഒക്കെ അറിയാനായിട്ട് പറ്റും. അങ്ങനെ നമ്മൾ ഫ്രണ്ടിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബർത്ത്ഡേ ബോയ് ഒന്ന് കാണാം. ഇതാണ് ബർത്ത്ഡേ ബോയ്. ഹായ്, ഹാപ്പി ബർത്ത്ഡേ. അപ്പോൾ ഇവിടെയാണെങ്കിൽ നല്ലൊരു ക്രിസ്മസ് ട്രീയും ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് കണ്ടപ്പോൾ നമുക്കും ഒരെണ്ണം വാങ്ങണമെന്ന് തോന്നി. നല്ല രസമുണ്ട്. ഒരു വീടിനകത്തൊരു ക്രിസ്മസ് ട്രീ ഒക്കെ വെക്കുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക വൈബായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇതുപോലുള്ള ഒരെണ്ണം അന്വേഷിച്ചിട്ട് കിട്ടിയതുമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഒരു ക്രിസ്മസ് ട്രീ വാങ്ങണമെന്ന് തോന്നി കേട്ടോ ഇതൊക്കെ കണ്ടപ്പം. അപ്പോൾ രാവിലെ വന്ന് ഞങ്ങൾ അവിടെ ഇടിയപ്പവും സ്റ്റൂവും ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചു. നല്ല രീതിയിൽ ചെറിയ രീതിയിലെല്ലാം അവിടെ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ അവിടെ ഇരുന്ന് കുറച്ച് നേരം എല്ലാവരും ഒക്കെ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഫുഡൊക്കെ നമ്മൾ പുറത്തുനിന്നാണ് ഇവിടെ ഓർഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേറെ കുക്കിങ്ങും കാര്യങ്ങളും ഒന്നുമില്ല. കുറച്ച് എല്ലാവരുമായിട്ട് കുറച്ച് സംസാരിച്ചിരിക്കാനായിട്ട് കുറച്ച് സമയം കിട്ടി കേട്ടോ. ബർത്ത്ഡേ കേക്ക്
അങ്ങനെ നമ്മുടെ കേക്ക് മുറിയൊക്കെ കഴിഞ്ഞു. വേണ്ട നമ്മുടെ ഫുഡൊക്കെ വേണ്ട നമ്മളെ വെയിറ്റ് ചെയ്ത് ഇവിടെ ഇരിപ്പുണ്ട്. ചിക്കൻ ബിരിയാണിയും ബീഫ് ഫ്രൈയും സാലഡും ഒക്കെയാണ് ഇന്ന് കഴിക്കാനായിട്ടുള്ളത് കേട്ടോ. നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒരു സൈഡിൽ നടക്കുന്നത്. ഞാനിങ്ങനെ നമ്മുടെ ആ ഫ്ലാറ്റിൻ്റെ ആ ഒരു വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കുമ്പോഴത്തേക്കുണ്ടല്ലോ നമ്മുടെ ഈ സിറ്റിയിലെ കുറേ കാര്യങ്ങൾ എപ്പോഴും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം. നമുക്ക് വണ്ടികൾ പോകുന്നതും വരുന്നതും ഒക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഒറ്റയ്ക്കാണെങ്കിൽ പോലും നമുക്ക് ഈ ഫ്ലാറ്റിൽ ഒരു ഏകാന്തത ഫീൽ ചെയ്യത്തില്ല. എപ്പോഴും നല്ല ഒരു ലൈവായിട്ടുള്ളൊരു സിറ്റി നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം. എന്നിട്ട് നമ്മുടെ കേക്കൊക്കെ മുറിച്ച് കഴിഞ്ഞ് കുട്ടികളൊക്കെ കേക്കിൻ്റെ പീസിന് വേണ്ടിയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഒരു പാട്ടെ കുറിച്ച് എല്ലാവർക്കും കൊടുക്കും. ഓപ്പറേഷൻ പാണ്ട വലിയ പാണ്ടില്ല പോലെ ക്രിസ്മസിന് ഓരോ പാണ്ട തരാം. പാണ്ട ഓരോ നമുക്ക് ക്രിസ്മസിന് നേരത്തെ ആരാ പാണ്ടയുടെ ആളാരാ? പാണ്ട 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 മാറ്റി വലിച്ചു മാറ്റി. ഇവിടെ ബർത്ത്ഡേയുടെ കേക്ക് മുറിയൊക്കെ കഴിഞ്ഞു. എല്ലാവരും കേക്ക് കഴിച്ചുകൊണ്ടിരിക്കുന്ന തിരക്കിലാണ്. അപ്പോൾ ഇനി നമുക്ക് ചിക്കൻ ബിരിയാണി കഴിക്കാനായിട്ട് പോകാം. നമ്മളെല്ലാവർക്കും വിളമ്പിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ റൗണ്ട് കുട്ടികൾക്കാണ് നമ്മൾ എല്ലാവരെയും ഇവിടെ ഇരുത്തിയിട്ട് നമുക്ക് അവർക്കൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കഴിച്ചത് കേട്ടോ. അപ്പോൾ പിള്ളേരെല്ലാം നീണ്ട കളിയൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി അത് കഴിഞ്ഞതിന് ശേഷം ഫുഡ് കഴിക്കണം, കുറച്ച് നേരം കൂടെയൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ച് പോകണം. അപ്പോൾ ഇന്ന് നിൽക്കാനായിട്ട് നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് നാളെ ഇനി ചെന്നിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളത് കൊണ്ട് നമ്മൾ ഇന്ന് തന്നെ വൈകിട്ട് തന്നെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് പോകാമെന്ന് വിചാരിച്ചു. എന്തായാലും ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു. നല്ല രീതിയിൽ നമുക്ക് ബർത്ത്ഡേ ആഘോഷിച്ചു. അതുമാത്രമല്ല നമ്മളെല്ലാവരും കൂടെ കൂടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ഒത്തിരി നേരം ചിരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. നല്ല ഫുഡ് കഴിക്കാൻ പറ്റി. അങ്ങനെ ഇന്നൊരു ശരിക്കും പറഞ്ഞാൽ ഒരു ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു ഡേ തന്നെയായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. സന്തോഷസൂചകമായി തന്നതിനെ സ്വീകരിച്ച കാലകര ഞങ്ങളിതാ പോകുന്നേ സന്തോഷസൂചകമായി തന്നതിനെ സ്വീകരിപ്പാൻ പിന്നെ ബൈ ബൈ ബൈ.